കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷണം. ഇപ്പോൾ ഒബ്സർവേഷൻ കപ്പാസിറ്റി കൂടുതലുള്ള ആളുകൾ ആരൊക്കെയാണ്? പേര് പറഞ്ഞാൽ മതി. ആദ്യം പേര് പറയുക, എക്സാമ്പിൾ പറയുക. കൂടുതലുള്ള ആളുകൾ പേര് പറയൂ. ആർക്കും ഇല്ല, ഒബ്സർവേഷൻ കപ്പാസിറ്റിയേ ഇല്ല. എന്തും പറയാം, എന്ത് ഒബ്സർവ് ചെയ്യുന്നതും. ഇവിടെ നമ്മുടെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ആരോടും പറയില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വേറിയ ആവശ്യമില്ല. ഇവിടെ എല്ലാം സീക്രട്ടാണ്. ഓക്കെ, നിങ്ങൾ അവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരീക്ഷിക്കണം. ഇവിടെ പ്രശ്നമല്ല. ഓക്കെ, പറഞ്ഞോളൂ സ്നേഹ, പറഞ്ഞോളൂ. അതെ അതെ അതെ. എനിക്ക് തോന്നാറുണ്ട് എന്റെ മോന് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മള് ഞാൻ മറന്നു പോയി കഴിഞ്ഞാൽ അവനോട് ചോദിക്കുന്നത് അത് ഏത് കളറായിരുന്നു, അങ്ങനെ. അപ്പൊ പെട്ടെന്ന് പറഞ്ഞുതരും. അപ്പോ പിന്നെ നിങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്, മക്കളെ കുറിച്ചല്ല. ഞാൻ നിങ്ങളുടെ കുറിച്ചുള്ള അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഒബ്സർവേഷൻ കപ്പാസിറ്റി എന്താന്നുള്ളതാണ് അറിയേണ്ടത്. എക്സാമ്പിൾ അറിയില്ല. എന്നാ മറ്റൊരാൾ പറയൂ. ആരും പറയുന്നില്ല. പറഞ്ഞോളൂ. ഒരാളുടെ പേര് കേട്ട് കഴിഞ്ഞപ്പോ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതൊരു ഒബ്സർവേഷൻ ആണ്, അതല്ലോ? അത് നിങ്ങളുടെ മെമ്മറിയാണ്. ഇനി മറ്റാരെങ്കിലും പറയൂ. ആരും പറയുന്നു? പറഞ്ഞോളൂ. അല്ല, ഒബ്സർവേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാല് നമ്മള് ഒരാളെ നിരീക്ഷിക്കുക, അതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. അതിപ്പോ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. മോനെ മാത്രല്ല, അവന്റെ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കും, ഇടക്കിടക്ക് അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊ ഇന്നലെ ഒരു ഇതായി, അവന്റെ ഞാൻ ളുഹ്റ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ ളുഹ്റ് നിസ്കരിക്കുമ്പോ അവന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ട് നിസ്കരിക്കുന്നതായിട്ട് തിരിയുന്നില്ല. ഇപ്പൊ ഞാന് അൽമറുടെ മാക്സിമം നോക്കി അവൻ ചെയ്യുന്നുണ്ടോന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി അവന് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. അവന് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി പോരുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഞാനത് നോക്കിയതൊക്കെ എനിക്ക് മനസ്സിലായത്. ഗുഡ്. ഇനി ഒന്നുകൂടി വിശദമായിട്ട് പറയുക ആരെങ്കിലും? ഓക്കെ, എക്സാമ്പിൾ കറക്റ്റ്. നെക്സ്റ്റ് വൺ. അടുത്ത പറയൂ. അബീറ പറയൂ. യെസ്. ഓക്കെ. യാത്ര ചെയ്യുമ്പോ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? ഓക്കെ, യാത്ര ചെയ്യുമ്പോ ആരെ പറയൂ, എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുള്ളത്? അല്ല, ഞാൻ മൊത്തത്തിൽ പോകുമ്പോ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേക്കാരം. മൊത്തത്തിൽ ഒബ്സർവ് ആണ്. വേറെ എവിടെയെങ്കിലും ആയിരിക്കും ശ്രദ്ധ, വേറെ ഓരോ എവിടെ എന്തൊക്കെ ഉണ്ടോ അങ്ങനെ റോഡിലും അങ്ങനെയൊക്കെ നോക്കും എല്ലാ കാര്യങ്ങളും. ഭയങ്കര ഇഷ്ടം. ഒബ്സർവേഷൻ വലിയ ഇഷ്ടമാണ് അല്ലേ? കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഒബ്സർവേഷൻ ഹോബിയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഹോബി ഇല്ല. എന്നാലും ഒരുവിധ ആളുകളൊക്കെ ചെയ്യൂല, ഇങ്ങനെ ഒബ്സർവ് ചെയ്യൂല, എന്തെങ്കിലും കണ്ടാലൊക്കെ ഇങ്ങനെ.
ഓക്കെ, എനിഹാവ് നമുക്ക് ഒബ്സർവേഷൻ പവർ എല്ലാവർക്കും ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി ഡിഫറെൻറ്റ് ഡിഗ്രീസിലായിരിക്കും ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, അത് മെഷർ ചെയ്യാൻ കഴിയുക, അനുഭവിക്കാൻ കഴിയുക. ചില ആളുകളെ ഒബ്സർവേഷൻ ഒരു എൻജോയ്മെൻ്റ് ആയി കാണുന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, മറ്റുള്ള ആളുകളെ, സ്ഥലങ്ങളെ, പുറത്ത് ചില ആളുകൾ സ്ഥലങ്ങളെയാണ് ഒബ്സർവ് ചെയ്യാം, ചില വ്യക്തികളെ തന്നെ ഒബ്സർവ് ചെയ്യും. ഇപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾ, ബസ്സിലുള്ള ആളുകൾ, അതുപോലെ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആളുകൾ, ഓട്ടോറിക്ഷയിൽ പോകുന്ന ആളുകൾ, അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഓരോ സമയത്തും ആ സ്ത്രീ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറ്, അതിലെ ഷർട്ടിൻ്റെ ബട്ടൺസ്, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഹെയർ സ്റ്റൈൽ എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? ആ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും, സാറില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒബ്സർവേഷൻ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് മൊത്തത്തിൽ മനുഷ്യരുടെ ഒരു നേച്ചറാണ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. മൃഗങ്ങൾക്കുണ്ട് ഒബ്സർവേഷൻ സ്കില്ല്, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മോണ്ടെസോറി മെത്തേഡിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ആക്ടിവിറ്റി ആണോ, ലേണിംഗ് പ്രോസസ് ആണോ? ആസ് എ പാർട്ട് ഓഫ് ലേണിംഗ് പ്രോസസ് ആണോ, ലേണിംഗ് ഔട്ട്കം ആണോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ലേണിംഗ് ആ പ്രോസസ്സിന്റെ ഭാഗമാണോ, ലേണിംഗ് ഔട്ട്പുട്ടിന്റെ ഭാഗമാണോ? ലേണിംഗ് പ്രോസസ്. ബിക്കോസ് ലേണിംഗ് പ്രോസസ് പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടെസോറി ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നലെ എടുത്ത ചാപ്റ്ററില് ഒബ്സർവേഷൻ കൂടി ബാലൻസ് ഉണ്ട്, റിമൈനിങ് ഉണ്ട്. ഒബ്സർവേഷൻ കൂടി എടുത്താലേ നമുക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ മോണ്ടെസോറി മെത്തേഡില് ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമാണ് ഒബ്സർവേഷൻ. എന്തുകൊണ്ടാണ് ഒബ്സർവേഷൻ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമാവാൻ കാരണം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സ് വിജയിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ ഈ കോഴ്സിന് ജോയിൻ ചെയ്തത് ചെറിയൊരു സംശയത്തിലാണ്. നേരത്തെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ലേണിംഗ് പ്രോസസ്, ലേണിംഗ് ഔട്ട്കം, ലേണിംഗ് ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് ലേണിംഗ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒബ്സർവേഷൻ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമാകുന്നത്? പറയൂ. ഓക്കെ, എന്താ പറഞ്ഞോളൂ. പിന്നെ ഞാന് മറ്റേ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ പഠിക്കാന് ഇതിന്റെ സമയത്ത് പുറത്ത് പോകുമ്പോ നമ്മൾ ബോർഡുകളൊക്കെ നോക്കുമല്ലോ, കടകളുടെ മറ്റേയൊക്കെ ബോർഡുകൾ നോക്കുമ്പോ നമുക്ക് അതുകൾ വായിക്കുമ്പോ നമുക്ക് ഒന്നും കൂടെ വായിക്കാനുള്ള ഒരു ഇത് കൂടും, ആ ഒരു കഴിവ് കൂടും. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ എന്തും ഒബ്സർവ് ചെയ്യുമ്പോ നമുക്ക് അതിലൂടെ അതൊരു പ്രോസസ്സായി മാറുമ്പോ നമുക്കത് നമ്മുടെ ഔട്ട്കമ്മും നന്നാവും. അതുകൊണ്ട് അങ്ങനെയാണ്. എനിക്കറിയില്ല. മൈ ക്വസ്റ്റ്യൻ ഈസ് ദർ. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മോണ്ടെസോറി മെത്തേഡില് ഒബ്സർവേഷൻ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായി മാറുന്നത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായി മാറുന്നത്? ആർക്കും അറിയില്ല. വളരെ സിമ്പിൾ ആൻസർ ആണ്. കുട്ടികളൊക്കെ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മോണ്ടെസോറി മെത്തേഡിലെ ഇവാലുവേഷൻ ആണ്. എന്ത്? ഒബ്സർവേഷൻ. ഇവിടെ കുട്ടികൾക്ക് എക്സാം, അസസ്മെന്റ് എന്ന രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ടീച്ചർ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ ഒബ്സർവ് ചെയ്യുന്നത് ഇവാലുവേഷൻ ആയി മാറുമ്പോൾ നാച്ചുറലി ഇവാലുവേഷൻ എന്താണ്? ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഒബ്സർവേഷൻ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മോണ്ടെസോറി ടീച്ചേഴ്സ്, മോണ്ടെസോറി ഡയറക്ടേഴ്സ് ആയിട്ട്
എൻവിയോൺമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒബ്സർവേഷനെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്ത്, എങ്ങനെയാണ് ഈ മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുക? ആ ഇവാലുവേഷൻ എങ്ങനെ ചെയ്യും എന്നതിന് വളരെ കൃത്യമായ ഒരു ആൻസറാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. റൈറ്റ്. അപ്പോൾ അതിന് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് മോണ്ടിസോറി മെത്തേഡിലെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന രീതിയിലൂടെയാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡിൽ ഒബ്സർവേഷനിലൂടെയാണ്. ഇനി ഈ ഒബ്സർവേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 20 പോയിന്റുകളാണ് നമ്മൾ ഒബ്സർവേഷനിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 20 പോയിന്റ്സ്. ആ 20 പോയിന്റ്സ് ആണ്. അത് നമുക്ക് ഇന്ന് സമയം എത്ര അനുവദിക്കുമെന്ന് അറിയില്ല, അത്രയും നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു. ഓക്കെ, നമ്പർ 1 നമ്മൾ ബോർഡിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഒന്നാമത്തേത് one child only. വൺ ചൈൽഡ് ഓൺലി എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താ അതിന്റെ ഉദ്ദേശം? ഒരു കുട്ടിയെ ഒരു സമയം ഒരു കുട്ടിയെ മാത്രമേ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അറ്റ് എ ടൈം ഒരു കുട്ടിയെ മാത്രമേ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതത്തിലും നല്ലത് അങ്ങനെ തന്നെയാണ്. ഒരു സമയത്ത് ഒരാളെ മാത്രം നിരീക്ഷിക്കുക നല്ലത്. കുറേ ആളുകൾ നിരീക്ഷിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അത് വേണം, ഇത് വേണം, ഓക്കെ, അവർ വേണം, ഇവർ വേണം. ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല അറ്റ് എ ടൈം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ മോണ്ടസോറിയിൽ ഒരു കുട്ടിയെ നിരീക്ഷിക്കുകയാണ്. ആ കുട്ടിയുടെ എന്തൊക്കെ നിരീക്ഷിക്കേണ്ടി വരും? എക്സ്ക്യൂസ് മീ സർ. യെസ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഷാഹിന മൈക്ക് ഒന്ന് ഓഫ് ചെയ്യുവോ? ഷാഹിന ഒന്ന്. ഷാഹിന ഇവിടെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. അവിടെ ഉണ്ടാവില്ല, പുറത്തൊക്കെ ഉണ്ടാവും, മറ്റുള്ളവർക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പോ പിന്നെ ഒരു കുട്ടിയുടെ ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് എന്താണ്? ആ കുട്ടിയുടെ സക്സഷൻ ഓഫ് ആക്ടിവിറ്റീസ്. എന്താ സക്സഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ പിന്നെ വൺ ചൈൽഡ് ഓൺലി എന്നാണ് പറഞ്ഞത്. അതിൽ പിന്നെ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി എന്താണ്? സക്സഷൻ. ഈ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ? സക്സഷൻ എന്താ സക്സഷൻ എന്ന് പറഞ്ഞാൽ? വിജയം. സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സക്സഷൻ ഓഫ് ആക്ടിവിറ്റീസ്. സക്സഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. സക്സഷൻ ഓഫ് ആക്ടിവിറ്റീസ്. എന്താ സക്സഷൻ എന്ന് പറഞ്ഞാൽ? സക്സസ് പറഞ്ഞ വിജയാണ്. സക്സഷൻ പറഞ്ഞാല് സക്സസ് പറഞ്ഞ വിജയാണ്. സക്സഷൻ എന്ന് പറഞ്ഞാല് എന്താണോ? വിജയകരമായി പൂർത്തിയാക്കുക അല്ലെ? ആക്ടിവിറ്റീസ് വിജയകരമായി പൂർത്തിയാക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. എഴുതിയില്ലേ? എന്താ മിണ്ടുന്നില്ലല്ലോ? എല്ലാരും പോയാ? ഉറങ്ങിയോ? സക്സഷൻ എന്ന് പറഞ്ഞാല് വിജയകരമായി പൂർത്തിയാക്കുക എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും വെട്ടുക. ഓക്കെ, ബിക്കോസ് ഈ വിജയം എന്നുള്ള വാക്കിന് മോണ്ടിസോറി ഇല്ലല്ലോ, പിന്നെ എന്തിനാ വിജയം എന്ന് പറയാം? മോണ്ടിസോറി വിജയ പരാജയം ഉണ്ടാവും? ഇല്ല. എല്ലാ കാര്യങ്ങളും എന്താണ്? ഓക്കെയാണ്. നോട്ട് ഓക്കെ ഇല്ല. അതാണ് സക്സസർ എന്ന് പറഞ്ഞാല് 1+1 ഏതാണ്? അതാണ് സക്സസർ. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. സക്സസർ ഓഫ് 4. സക്സസർ ഓഫ് 4 എത്രയും? 5. ഈ സക്സസറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രീഡിസസ്. ഓക്കെ, ഗുഡ്. അപ്പൊ അതാണ് സക്സഷൻ. അപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്,
അത് എങ്ങനെ പോകുന്നു എന്നാണ് പരിശോധിക്കേണ്ടത് കുട്ടിയുടെ. രണ്ടാമത്തെ കാര്യം പരിശോധിക്കേണ്ടത് എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് ദ ആക്ടിവിറ്റി. സെക്കൻഡ് പോയിന്റ്, അതിൽ വരുന്ന വൺ ചൈൽഡ് ഓൺലി എന്നതിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റാന്ന് പറയുന്നത് റിപ്പീറ്റ് ഓഫ് ദ ആക്ടിവിറ്റി. എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നതാണ് കുട്ടിയുടെ ആക്ടിവിറ്റി നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ആ കുട്ടി പിന്നെ ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഓർഡർലി ആണോ? മനസ്സിലായിരുന്നില്ലേ? ഓർഡർലി ആയിട്ടാണോ കുട്ടി ആക്ടിവിറ്റി ചെയ്യുന്നത്? ഓർഡർലി അതല്ല ഡിസോർഡർ ആയിട്ടാണോ ചെയ്യുന്നത്? അതുപോലെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ കുട്ടി ആക്ടിവിറ്റിയുടെ കൂടെ എന്താണ്? കുട്ടി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അറ്റൻഷൻ. ഓക്കെ, അറ്റൻറ്റീവ് ആണോ? ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അറ്റൻറ്റീവ് ആണോ എന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വൺ ചൈൽഡ് ഓൺലി എന്നുള്ള പോയിന്റിൽ വരുന്നതാണ്. നമ്മൾ ഒരു കുട്ടിയെ മാത്രമേ അറ്റ് എ ടൈം ശ്രദ്ധിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ കടമ്പ മോണ്ടസോറി ടീച്ചേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട റോളാണ്. ആ റോള് നിർവഹിക്കുന്നത് ലേണിംഗ് പ്രോസസ്സായിട്ടാണ്. ബട്ട് ഇവാലുവേഷൻ എന്നുള്ള രീതിയിലാണത് ആയി മാറുന്നു. ഇനി ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് ഉള്ളത് വൺ മെറ്റീരിയൽ ഓൺലി. ഒരു സമയത്ത് ഒരു മെറ്റീരിയൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അഥവാ ഇപ്പോൾ ഒരു കുട്ടിയെ വിളിച്ച് ആ കുട്ടിയെ കൊണ്ട് എല്ലാ ആക്ടിവിറ്റീസും കൂടി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഒരു മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ് ഒരു എന്താ പറയുക സമയത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ റെഡ് റോഡ്സ് കഴിഞ്ഞു, നാളെ എന്താണ് പിങ്ക് ടവർ, പിന്നെ അങ്ങനെ ചെയ്യാം. ഇന്ന് തന്നെ ഒരു കുട്ടി ഇന്ന് ഒബ്സർവേഷനാണ്, ഇങ്ങോട്ട് വരൂ, ഇവിടെ ഒന്ന് ഇരിക്കൂ, കുറച്ച് ദിവസമായി നിന്നെ കിട്ടിയിട്ട്, അങ്ങനെ മെറ്റീരിയൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിങ്ങനെ തലക്ക് മേലെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്കത് അതിൻ്റെ ക്ലിയർ ഒബ്സർവേഷൻ പിക്ചർ കിട്ടാൻ സാധിക്കില്ല. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. മോണ്ടസോറി മെത്തേഡിലെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് കെയർ ഓഫ് ദ എൻവിയോൺമെന്റ്. കെയർ ഓഫ് ദ എൻവിയോൺമെന്റ് പറഞ്ഞാൽ എന്താ കെയർ ഓഫ് ദ എൻവിയോൺമെന്റ്? എന്താണ്? എൻവിയോൺമെന്റ് ശ്രദ്ധിക്കുന്നത്. എങ്ങനെയാണ് ഈ എൻവിയോൺമെന്റ് ആ കുട്ടി കെയർ ചെയ്യുന്നത്? ദ നീറ്റ്നെസ് ഓഫ് ദ എൻവിയോൺമെന്റ്. ഹൗ വിൽ ഹി മെയിൻറ്റെയിൻ or how does he maintain? How does he keep the neatness of the classroom? The order of the material. ഇതൊക്കെ അതിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കെയർ ഓഫ് ദ എൻവിയോൺമെന്റിൽ വെക്കണം. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? വായിക്കൂ, എന്താണ് ഫോർത്ത് പോയിന്റ്? സോഷ്യൽ ബിഹേവിയർ എന്നാണ്. സോഷ്യൽ ബിഹേവിയർ ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുട്ടി വളരെ കാമൻ ക്വയറ്റ് ആയിരിക്കും, നല്ല കുട്ടിയാണ്. ചില ആളുകളൊക്കെ അങ്ങനെയാണ്, ഒറ്റയ്ക്കാകുമ്പോൾ കണ്ടാൽ വളരെ പാവം തോന്നും, ഇന്നസെന്റ്, ഇത്രയും നല്ല ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഇല്ല എന്ന് വിചാരിക്കും, അവാർഡ് കൊടുക്കാം. പക്ഷെ ഒരാളെയും കൂടി കിട്ടിയാൽ സ്വഭാവം കുറച്ച് മാറും, രണ്ടാളെ കിട്ടിയാൽ വീണ്ടും മാറും. ഗ്രൂപ്പ് അങ്ങനെ കൂടുന്തോറും മൊത്തം സ്വഭാവം മാറുന്നൊരവസ്ഥ ഉണ്ട് അല്ലേ? നിങ്ങളുടെ ഇതിലൊക്കെ പലരും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി ആരാണ് അങ്ങനെയുള്ളത്. അപ്പം അതുപോലെ ഈ കുട്ടികൾ എങ്ങനെയാണ് സോഷ്യൽ ബിഹേവിയറിൽ എങ്ങനെയാണ്, ഗ്രൂപ്പിൽ എങ്ങനെയാണ് പെരുമാറുന്നു, അവരുടെ ഗ്രൂപ്പ് ഡൈനാമിക്സ് എങ്ങനെയാണ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ അവർ വഹിക്കുന്ന റോള് എങ്ങനെയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രമാത്രം ഉണ്ട്, ഇതൊക്കെ ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ 4 പോയിന്റ്സ് മനസ്സിലായോ? ക്ലിയർ ആയോ?
പറയൂ. ആ ബോർഡിൽ എഴുതിയത് വായിക്കാൻ പറ്റുന്നില്ല ഇവിടെ. ബോർഡിൽ എഴുതി വായിക്കാൻ പറ്റുന്നില്ലേ? സെക്കൻഡ് വൺ മെറ്റീരിയൽ ഓൺലി. മെറ്റീരിയൽ ഓൺലി. സൂമിലേക്ക് നോക്കൂ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ, ശരി ശരി. ഇനി നമുക്ക് 5th പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, ഇനി 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇനി 5th പോയിന്റ്. ഫിഫ്ത്ത് പോയിന്റ് വരുന്നത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത് ഒബ്സർവേഷൻ പോയിന്റ് വരുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം. ഇതാണ്, എന്താണിത്? അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ ഓഫ് ദ ചൈൽഡ് എന്നതാണ് 5th പോയിന്റ്. അബ്സ്ട്രാക്ഷൻ ഓഫ് ദ ചൈൽഡ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? മോണ്ടസറി മെത്തേഡ് എന്താണ്? is a journey from concrete to abstract, a travel from concrete to abstract. കോൺക്രീറ്റിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് മോണ്ടസറി മെത്തേഡ്. അപ്പോൾ ഈ കുട്ടിക്ക് എത്രമാത്രം കോൺസെപ്റ്റ് ഫോർമേഷൻ സാധിക്കുന്നുണ്ട്, അബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മനസ്സിലായല്ല? യെസ്, ക്ലിയർ? സിമ്പിളാണ്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നെക്സ്റ്റ് വൺ. ഇത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പോയിന്റാണ്, എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോയിന്റാണ്. 1 മിനിറ്റ്. എന്താ വായിക്കുക? ഒബീഡിയൻസ് എന്നതാണ് നമ്മുടെ ഒബീഡിയൻസ്. ആരുടെ ഒബീഡിയൻസ് ആണ് വേണ്ടത്? ചൈൽഡിന്റെ ഒബീഡിയൻസ്. ചൈൽഡിന്റെ ഒബീഡിയൻസ് ആണ് വേണ്ടത്. ഈ ഒബീഡിയൻസ് നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഇനി നിങ്ങൾ ഓരോരുത്തർക്ക് പറഞ്ഞു തരണം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒബീഡിയൻസ് ആണ് ഉള്ളത് എന്ന് പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ വായിക്കത്? ആരാ വീട്ടിൽ അങ്ങനെ കരയുന്ന കുട്ടി? അങ്ങനെയൊക്കെ കുട്ടിയെ കരയിപ്പിക്കാൻ പറ്റുമോ? കാണുന്നുണ്ടോ? യെസ്. അപ്പൊ ഇനി ഇത് ഓരോന്ന് നിങ്ങൾ പറഞ്ഞു തരണം എന്താണെന്നുള്ളത്. ഓക്കെ, ഒബീഡിയൻസ് 4 രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആക്സിഡൻ്റൽ ആണ്, നമ്പർ 2 ഡിറക്റ്റഡ്, നമ്പർ 3 കോൺസ്റ്റന്റ്, നമ്പർ 4 വിത്ത് ജോയ്. നിങ്ങൾ നിങ്ങളുടെ ഫാദറിനെ ഫാദർ വേണ്ട ഹസ്ബൻഡിനെ അനുസരിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ ഏത് രൂപത്തിലാണെന്നുള്ള ഓരോരുത്തർ പറയൂ. പറയൂ. ഹസ്ബൻഡിനെ അനുസരിക്കുന്നത് എങ്ങനെയാണ്? ഷാന നസ്രീൻ. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. എങ്ങനെ അനുസരിക്കുന്നത്? പറയൂ പറയൂ, വേഗം പറയൂ. ആക്സിഡന്റിലാണ് അല്ലേ? യാദൃശ്ചികമായിട്ട് അനുസരിച്ച് പോവാണ്. എന്താ? യാദൃശ്ചികമായിട്ട് അനുസരിച്ച് പോവുകയാണ്. അപ്പൊ ഇത് ഓരോന്ന് ഞാൻ വിശദീകരിച്ചു തരാം. ഒന്ന് ആക്സിഡന്റൽ എന്ന് പറഞ്ഞാൽ
വളരെ യാദൃശ്ചികമായിട്ട് അങ്ങനെ കരുതിക്കൂട്ടിയല്ല, അങ്ങനെ പോയി. ഓക്കെ, അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന രീതിയിലാണ് ആക്സിഡൻ്റൽ. ഇപ്പം എക്സാമ്പിൾ, ഒരു ബസ് യാത്ര പോകുമ്പോൾ ബസ്സിലുള്ള കണ്ടക്ടർ നമ്മോട് പറയുന്നത് എന്താ പറയുക? കണ്ടക്ടർ എന്താ സാധാരണ പറയാം? സ്ത്രീകളോടൊക്കെ പറയും. സ്ത്രീകളോടെന്താ പറയാം? ബസ്സിൽ കയറി പരിചയമില്ലാത്ത ആൾക്ക് അതിന് അനുഭവം ഉണ്ടാവില്ല. ഓക്കെ, ബസ്സിൽ കയറുന്നവർക്ക് മനസ്സിലാവും. എപ്പോഴും കണ്ടക്ടർ പറയാം കേരളത്തിൽ പിറകോട്ട് പിറകോട്ട് എന്ന് പറയാം, പിന്നിക്ക് 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 പിന്നിക്ക്. പുരുഷന്മാരോട് പറയാം എന്താണ്? മുമ്പിക്ക് മുമ്പിക്ക് മുമ്പിക്ക്. ഓക്കെ, അപ്പോൾ ഈ ബസ് കണ്ടക്ടറുടെ ആ വാക്കുകൾ അനുസരിക്കുക എന്നുള്ളത് യാദൃശ്ചികമായിട്ട് മുമ്പിക്ക് മുമ്പിക്ക് അറിയുമ്പോൾ എല്ലാ പുരുഷന്മാരും ഇങ്ങനെ തള്ളാൻ തുടങ്ങും, മുമ്പിക്ക് സ്ത്രീകൾ പിന്നിക്കും തള്ളാൻ തുടങ്ങും. ഇത് എന്താണ്? ഒരു യാദൃശ്ചിക അനുസരണമാണ്. അത് കരുതി കൂട്ടിയുള്ളൊരു അനുസരണമല്ല, അങ്ങനെ ആയിപ്പോതാം. ഓക്കെ, അതുപോലെ ഡിറക്റ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണ്? ഇപ്പോൾ 144 ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്, സർക്കാരിൻ്റെ റൂളാണ്. അതുപോലെ ഒരു സ്കൂളിൽ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കുറേ ഡയറക്ഷൻസ് തന്നിരിക്കുകയാണ്. നമ്മോട് നമ്മുടെ മദർ പറഞ്ഞു കല്യാണം കഴിച്ച് വീട്ടിൽ പോകുമ്പോൾ അവിടെ നല്ല രീതിയിൽ ചായ ഉണ്ടാക്കണം, അതുപോലെ കഞ്ഞി വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം, പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെക്കണം എന്നൊക്കെ നമുക്ക് ഡയറക്ഷൻ തന്നിട്ട് അനുസരിക്കുക. അതാണ് അത്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരേ അനുസരണമാണ്. അത് പിന്നെ ചിലപ്പോൾ നമ്മുടെ മദറിനെ അനുസരിക്കുന്നത്, ഫാദറിനെ അനുസരിക്കുന്നത്, അങ്ങനെയായിരിക്കും ഉണ്ടാവാം. വിത്ത് ജോയ് എന്ന് പറഞ്ഞാൽ ഒരാൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരാണ്. അയാൾ പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, എന്താ ഹരം. അങ്ങനെ അനുസരിക്കുന്ന ആരാണുള്ളത്? ആരെങ്കിലും ഒരാൾ അങ്ങനെ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. വിത്ത് ജോയ്. മേഡം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓടുകയുള്ള കുട്ടികൾ അല്ലേ? അതുപോലെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞിട്ട് ഓടുകയാണ്. എന്ത്? അനുസരണം, ഒബീഡിയൻസ്, സ്നേഹ. ക്ലാസ്സിന് പോയാ? എന്നെ വിളിച്ചതോ? അതെ അതെ. ഇതിൽ ഏതാ നിങ്ങളുടേത്? വിത്ത് ജോയ് എന്ന് പറയുന്നത് സന്തോഷത്തോടെ അല്ല. സന്തോഷത്തോടെ നമ്മൾ അനുസരിച്ചു പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയിലാണ് അനുസരിക്കുന്നത് ഹസ്ബൻഡിനെ. നമ്മളപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം അത്രയും സന്തോഷത്തോടെ, എന്ത് പറഞ്ഞാലും വളരെ സന്തോഷം, അങ്ങനെ അനുസരിക്കുന്ന രീതി, ആ രീതിയിലാണ് ഉള്ളത്. ആക്സിഡന്റലായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ യാദൃശ്യപ്പെട്ടു പോവും. ഓക്കെ, ചിലപ്പോ പെട്ടുപോകും. എനിക്കറിയില്ല. ഓക്കെ ഓക്കെ. ഇനി ആരാണ് ധൈര്യസമേതം പറയാ? ഷബിന പറയൂ. നമ്മുടെ ഈ ബാച്ചിൽ ധൈര്യമുള്ള കുട്ടി ഇല്ല എന്ന് പറയുന്നു. ധൈര്യമുള്ള ആരും ഇല്ലേ? ഒന്ന് പറയാൻ പറ്റിയ? ഇതിൽ ഏത് അനുസരണമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഓരോ സിറ്റുവേഷനിലും ഓരോന്നല്ലേ സാർ? അതെ അതെ, ഒരു എക്സാമ്പിൾ പറയും. ഉമ്മനാണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, പാരന്റ്സിനാകുമ്പോ ഓക്കെ. പിന്നെ സന്തോഷത്തോടെ അനുസരിക്കാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചൊക്കെ ഓഫർ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ അനുസരിക്കും. ഓക്കെ. ചില സിറ്റുവേഷനിൽ ആക്സിഡന്റ് ആണ്, അനുസരിക്കേണ്ട അനുസരിച്ചു. ഓക്കെ 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 ഓക്കെ. സിൻസിയ ലൈനിലുണ്ടോ? സിൻസിയ ലൈനിൽ വന്നിട്ടില്ലേ? സിൻസിയ വന്നിട്ടില്ല. ഓക്കെ. പിന്നെ മൂസിന വരും. മൂസിന മോസിന 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 ആര് വരുന്നില്ല? അസീന ഉണ്ടോ? അസീന എങ്ങനെ അനുസരിക്കാറുള്ളത് ഹസ്ബൻഡിനെ? നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിത്ത് ജോയ് ആണ് അല്ലേ? അല്ല. അയ്യോ, ഞാൻ വളരെ
പ്രതീക്ഷ അർപ്പിച്ച് പറഞ്ഞതാണ് ഇങ്ങോട്ട്. എങ്ങനെ അനുസരിക്കാറുള്ളത്? എപ്പോഴും അല്ല, കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ചില സമയത്തൊക്കെ അങ്ങനെ അനുസരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് ഒബീഡിയൻസ്. അപ്പോൾ നമ്മുടെ മോണ്ടിസോറി ചിൽഡ്രൻ കുട്ടികൾ അവരുടെ ഒബീഡിയൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക എന്നതാണ് ഇതിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, 7th പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കേട്ട് പരിചയമുള്ള ഒരു സംഗതിയാണ്, വിശദീകരിക്കേണ്ടതില്ല. കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എറേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ആ എറേഴ്സ് അവർ തന്നെ തിരുത്തുന്നുണ്ടോ അതല്ല, ചില കുട്ടികൾ എറേഴ്സ് അതുപോലെ തന്നെ എന്ത് ചെയ്യും, അവിടെ ലെറ്റ് ഇറ്റ് ബി അങ്ങനെയായിട്ട് പോകും. ചില കുട്ടികൾ അത് ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. ചില കുട്ടികൾക്ക് മറ്റു കുട്ടികൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കും. ഓക്കെ, ഇതാണ് 7th പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്കെല്ലാവർക്കും എന്താ പറയുക, ഇമോഷൻസ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ ഇമോഷൻസ്, കുട്ടികൾക്ക് ഫിയർ, അതുപോലെ ലവ്, പിന്നെ സോറോ, ഡിപ്രഷൻ, പിന്നെ ഇങ്ങനെ കുറേ പേഷ്യൻസ്, ഇംപേഷ്യൻസ്, പിന്നെ ഓരോ ഇമോഷൻസ്. ആ ഇമോഷൻസ് എങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ഉള്ളത്, ആ കാര്യങ്ങളാണ് 8th പോയിന്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ്സ് മനസ്സിലായല്ലോ? ഡൗട്ടില്ലല്ലോ? ഓക്കെ, ഇനി അടുത്ത 4 പോയിന്റ്സ് കൂടി പറയാം. അല്ല സാർ, എനിക്ക് ഈ ഒബീഡിയൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ല. ഒബീഡിയൻസ് ഇല്ലാന്നോ? അതല്ല, ഒബീഡിയൻസ് മീൻസ് സാർക്ക് ചോദിച്ചു ഹസ്ബൻഡിനെ എങ്ങനെ അനുസരിക്കുമെന്ന്. അങ്ങനെ അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ അല്ല, ഹസ്ബൻഡിനെ അനുസരിക്കുന്നത് ഭാര്യമാരുണ്ട്, ഭാര്യ അനുസരിക്കുന്ന ഹസ്ബൻഡും ഉണ്ട്. നിങ്ങൾ ഏതാ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് പ്രശ്നം. നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ ചില സമയത്ത് നമ്മള് ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ചില സമയത്ത് സന്തോഷത്തോടെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതെ, അങ്ങനെ തന്നെ. അപ്പൊ കുട്ടികള് പല രൂപത്തില് അനുസരിക്കും. ആ അനുസരണത്തിന്റെ പിന്നെ ഡിഗ്രീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് ടീച്ചറുടെ വാക്ക്, ചില കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മാഡം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള എല്ലാ പിന്നെ സാധനങ്ങളും പെറുക്കിക്കൊണ്ടുപോകുന്ന കുട്ടികൾ. ഓക്കെ, എന്താ ഇതെല്ലാം കൊണ്ടുപോകുന്നത്, എന്താ ഇതെല്ലാം ഭാര്യ വലിച്ച് കൊണ്ടുപോകുന്നത്, എന്തോ എനിക്ക് എൻ്റെ മിസ്സ് പറഞ്ഞിട്ടാന്ന് പറയും. വളരെ ഹാപ്പിയാണ്. ആ രാവിലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അത് മിസ്സിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അത് വിത്ത് ജോയ് ആണ്. ടീച്ചർ അല്ലേ, സ്റ്റാഫ് റൂമിൽ പോയിട്ട് ആരാണ് ചോക്ക് പീസ് കൊണ്ടുവരാൻ ചോദിക്കുമ്പോൾ കുട്ടികൾ ഓടില്ലേ? അതെന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാണ്? അത് ടീച്ചർ പറയുന്നത് അനുസരിക്കാൻ വിത്ത് ജോയ്, ആ സന്തോഷത്തോടുകൂടി അനുസരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. എല്ലാപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. പല കുട്ടികൾക്കും അതൊരു അവസരമായിട്ട് ചോക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകും, പുറത്തു പോയിട്ട് വെള്ളം കുടിക്കും, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഓടുന്ന കുട്ടികളുണ്ട്. പിന്നെ ക്ലാസ് റൂം എപ്പോഴും ബോറടിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ടൈമിൽ പുറത്തു പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ നെക്സ്റ്റ് 9th പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. മോണ്ടിസോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി ഓർ ചോയ്സ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് കുട്ടികൾ എങ്ങനെയാണ് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്, ഏത് രൂപത്തിലാണ്? ഓരോ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുമ്പോൾ വിത്ത് പ്രഷർ ഓർ വിത്തൗട്ട് പ്രഷർ ആണോ, എന്തെങ്കിലും ടീച്ചറുടെ പിന്നെ ഡയറക്ഷൻസ് ഉണ്ടോ, അല്ല കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണോ, ഇതാണ് ഇതിൽ നോക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് 10th 1. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടേമും കൂടിയാണ്. ആ ടേം നമ്മൾ വിശദീകരിക്കും. വളരെ വിശദമായിട്ടൊരു ചാപ്റ്റർ തന്നെ വരാനുണ്ട്. എങ്കിലും ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇന്ന് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികളുള്ളത് ഈ വിഷയമാണ്. എന്താ വായിക്കുക? നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഡീവിയേഷൻസ് ഉണ്ടാവും കുട്ടികൾക്ക്. ഓക്കെ,
ഫിസിക്കൽ ഡീവിയേഷൻസ് ശരിയാക്കാൻ നല്ല പ്രയാസമായിരിക്കും. ഫിസിക്കൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നടത്തത്തിലുണ്ടാവും, ഇരുത്തത്തിലുണ്ടാവും, അതുപോലെ സംസാരത്തിലുണ്ടാവും, കാഴ്ചയിലുണ്ടാവും. മെൻ്റൽ ഡീവിയേഷൻസ് ഉണ്ടാവും, സൈക്കിക് ഡീവിയേഷൻസ് ഉണ്ടാവും, ഇമോഷണൽ ഡീവിയേഷൻസ് ഉണ്ടാവും. അമ്മയെ കാണാതെ കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള എല്ലാ ഡീവിയേഷൻസിനും മാറി ഒരു നോർമൽ കുട്ടിയായി മാറ്റിയെടുക്കുക എന്നതാണ് ഒരു സ്കൂളിൻ്റെ, ഒരു ടീച്ചറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ നോർമലൈസേഷൻ പ്രോസസ്സ് ഈ കുട്ടിക്ക് എങ്ങനെയാണ്, അതിൻ്റെ ഡിഗ്രീസ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഡീവിയേഷൻ, എത്ര ഡിഗ്രി ലെവൽ പോകുന്നുണ്ട്, നോർമലൈസേഷൻ എത്ര നടക്കുന്നുണ്ട് എന്നതാണ് 10th പോയിൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് 11th വൺ വെരി സിമ്പിളാണ്. എക്സ്പ്രഷൻസ് ഓഫ് വില്ല്. എക്സ്പ്രഷൻ ഓഫ് വില്ല് എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹങ്ങൾ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കുട്ടിയുടെ ആഗ്രഹങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എപ്പോഴും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ കാര്യങ്ങളെ കാണുന്ന കുട്ടികളുണ്ടാവാം, പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണോ, നെഗറ്റീവ് ആയിട്ടാണോ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്, അല്ല പോസിറ്റീവ് ആയിട്ടാണോ എന്നാണ് ഇവിടെ നോക്കേണ്ട 11th പോയിൻ്റായിട്ട് പരിഗണിക്കേണ്ടത്. 12th പോയിന്റ് ഒരു ടീച്ചർ എന്ന അർത്ഥത്തിൽ ഒരു കുട്ടിയിൽ മെഷർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട നേരത്തെ പറഞ്ഞു ഇമാജിനേഷൻ, അബ്സ്ട്രാക്ഷൻ പറഞ്ഞു. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കോൺസെപ്റ്റിൻ്റെ മേലിലുള്ള ഒരു ഫോർമേഷനാണ്. ബട്ട് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കോൺസെപ്റ്റ് ഇല്ല. കോൺക്രീറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന സംഗതി ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു? കുട്ടി ചിന്തിക്കുന്നു. അതാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? തിരിയാത്തുണ്ടോ? കുട്ടിയുടെ ഇമാജിനേഷൻ എങ്ങനെയാണ്, ഏത് ബേസിലാണ് കുട്ടി അത് അനുഭവിക്കുന്നത്, ഏത് രൂപത്തിലാണ് കുട്ടി അത് മനസ്സിലാക്കുന്നത്? ഇമാജിനേഷൻ ഒരു എക്സാമ്പിൾ പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? അറിയില്ല. ഇമാജിനേഷൻ എക്സാമ്പിൾ പ്രേതം. എന്താണെങ്കിലും പ്രേതം മാത്രമേ നമുക്കുള്ളൂ. പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞോളൂ. ഇമാജിൻ ചെയ്യപ്പോ കുട്ടികൾ കാർട്ടൂണൊക്കെ കണ്ടിട്ട് അതേപോലെ ആവണം. അതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പ്രേതം എക്സാമ്പിൾ തന്നെയാണ് പ്രേതം. നെക്സ്റ്റ് പ്രേതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രം എടുക്കേണ്ടില്ല, കുറേ അധികം ഇമാജിനേഷൻ ആവാം. ഓഷ്യൻസ് ഡെസേർട്ട്. ഓഷ്യൻസ് ഡെസേർട്ട് അത് ആബ്സ്ട്രാക്റ്റ് ആക്കാം. ഇനി തീരെ കാണാൻ കഴിയാത്ത കുട്ടിയാണെങ്കിൽ ഇമാജിൻ ചെയ്യുകയും ചെയ്യാം. സ്പൈഡർമാൻ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പിന്നെ കുട്ടിക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്, ഏതിൻ്റെ ബേസിലാണ് കുട്ടി ഭാവനയിൽ കാണുന്നത്, ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു റോസ് ഫ്ലവർ, ആ റോസ് ഫ്ലവറാണ് നമ്മൾ കുട്ടി കാണിച്ചു കൊടുക്കുന്നത്. എന്താ കാണിച്ചു കൊടുക്കുന്നത്? റോസ് ഫ്ലവർ ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു. റോസ് ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റ് ആയിട്ട് കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നീട് റോസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് അത് മനസ്സിലാക്കാൻ പറ്റും. റോസ് ഫ്ലവർ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇമാജിനേഷൻ പറഞ്ഞ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ആ റോസ് ഫ്ലവർ ഉള്ള ഒരു ചെടിയെ സങ്കല്പിക്കുക, ഭാവനയിൽ കാണുക. അങ്ങനെയുള്ള കുറേ റോസ് ഫ്ലവേഴ്സ് പ്ലാന്റ്സ് ഉള്ള ഒരു റോസ് പ്ലാന്റ്സ് ഗാർഡൻ എന്ത് ചെയ്യാം? ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആ ഗാർഡനിൽ എന്ത് ചെയ്യാം? ആ റോസ് ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഗാർഡനിൽ ഒരു പിന്നെ എന്താ പറയുക ബട്ടർഫ്ലൈ
വന്നിരിക്കുന്ന രംഗം ഒരു കുട്ടിക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് എന്ത്? ഇമാജിനേഷൻ. അപ്പോൾ ഇമാജിനേഷൻ ഓരോ തലങ്ങളുണ്ട്. ആ ഇമാജിനേഷൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു പിക്ചേഴ്സ് മറ്റോ കൊടുത്തിട്ട് ആ കുട്ടിക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. ആ തോന്നലാണ് കുട്ടിയുടെ ആ പിക്ചർ. സംടൈംസ് ദ പിക്ചർ എന്തായിരിക്കണമെന്നില്ല, അത് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണമെന്നില്ല. പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും ഇമാജിൻ ചെയ്യാൻ കഴിയിരിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുക. ബോർഡിലേക്ക് നോക്കുക. ഇതാ, ഞാനിപ്പോൾ ഇവിടെ ഒരു സംഗതി വരച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഒന്ന് പറയൂ ഓരോരുത്തരും. ഇവിടെ ഒരാൾ പറഞ്ഞ് വരാന്നാണ്. ഓക്കെ, ശരി. ഇത് വരയായിട്ട് കോൺസെപ്റ്റ് കാണാൻ കഴിയുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ ചിലർക്ക് ഇതെന്താണ്, ഈ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നദിയുടെ ഒരു ധാരയായിട്ട് കാണാൻ കഴിയുന്ന ആളുകളുണ്ടാവും അല്ലേ? ആ ഡിഫറെൻറ്റ്. ഓക്കെ. പിന്നെ ഇങ്ങനെ ഒരു വര വരച്ചാൽ പോലും ഇതൊരു വര മാത്രമല്ല, ഈ വരയിൽ നിന്ന് കുറേ കോൺസെപ്റ്റുകൾ ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇതാണ് ഇമാജിനേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വരക്കുകയല്ല, ഡിഫറെൻ്റ് ആയിരിക്കുന്ന ഫോംസാണ് നമ്മൾ കൊടുക്കുക. അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഇപ്പോൾ 12 പോയിന്റ്സ് പഠിച്ചു. ഇതില് ഡൗട്ട്സ് ഇല്ലല്ലോ? 9ാമത്തെ പോയിന്റ് എഴുതിയത് മനസ്സിലാവുന്നില്ല. ചോയ്സ് ഓഫ് ആക്ടിവിറ്റീസ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയുള്ളതാണ്. എടുത്ത അവിടെ എടുത്ത് കൈ കൊണ്ട് എഴുതുന്ന കാണിക്കണ്ടോ? ഞാൻ നേരത്തെ കണ്ടു തോന്നി. ഞാൻ സാധാരണ എടുത്ത് കൈ കൊണ്ട് എഴുതാറുള്ളത്, പിന്നെ അപൂർവമായിട്ട് മാത്രമാണ് വലത് കൈ കൊണ്ട് എഴുതാറുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റർ ആണ് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റേഴ്സിന് പ്രശ്നമൊന്നുമില്ല. ഭൂമിയിൽ ഇപ്പൊ ജീവിക്കാൻ അവകാശമൊക്കെ ഉണ്ട്. പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇടത് കൈ കൊണ്ട് എഴുതുന്ന ആളുകൾ. അപ്പം ആ പ്രശ്നങ്ങളില്ല. ഓക്കെ, ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള വൈകല്യങ്ങളാണ്. കുട്ടികൾക്ക് ശാരീരിക വൈകല്യങ്ങൾ, മാനസിക വൈകല്യങ്ങൾ, അതുപോലെ പിന്നെ ബുദ്ധിപരമായ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകാരിക വൈകല്യങ്ങൾ. ഈ വൈകല്യങ്ങളിൽ നിന്നൊക്കെ മാറി കുട്ടികൾ നോർമൽ കുട്ടിയായിട്ട് മാറുന്ന അവസ്ഥ എത്രമാത്രം മുന്നോട്ട് വരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു കുട്ടി ഇങ്ങോട്ട് സ്കൂളിലേക്ക് പറിച്ചു നടുമ്പോൾ ആ കുട്ടിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാ പ്രോബ്ലം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു നോർമൽ കുട്ടിയായിട്ട് ഡീവിയേഷൻസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത്. ഓക്കെ, കോൺസെൻട്രേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇല്ല. ഇനി 13th പോയിന്റ്, 13ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസെൻട്രേഷൻ ആണ്. വെരി സിമ്പിൾ. ഓക്കെ, കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ആക്ടിവിറ്റി എപ്പോൾ ഏത് രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതുപോലെ എത്ര സമയം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്, എന്തിലൂടെയൊക്കെയാണ് കുട്ടി കോൺസെൻട്രേഷൻ നിലനിർത്തുന്നത്, അതുപോലെ കോൺസെൻട്രേഷനെ എത്രമാത്രം കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് കുട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കോൺസെൻട്രേഷൻ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഏത്? ഇൻ്ററപ്ഷൻ എന്ന് പറയുന്നത്. എന്താ ഇൻ്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ? തടസ്സം. അപ്പോൾ ഈ ഇൻ്ററപ്ഷൻ വന്നാൽ ചിലപ്പോൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും.
അങ്ങനെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടാൽ പോലും അത് റീഗെയിൻ ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ റീഗെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് എത്ര സമയം കൊണ്ട് സാധിക്കുന്നു? ഇതാണ് 13th പോയിൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി 14th പോയിന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ്. ഓക്കെ, കുട്ടിയുടെ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എത്രമാത്രം എക്സ്പ്രസ് ചെയ്യുന്നു, അതുപോലെ കുട്ടിയുടെ ബുദ്ധി ഏതൊക്കെ ബേസിലാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഈ കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. 15th പോയിന്റ്. ഇനി 14th പോയിന്റ്. 15th പോയിന്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കുട്ടിക്ക് എത്രമാത്രം ഇത് ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ മോണ്ട് 2-ലൊക്കെ നടക്കുകയുള്ളൂ, മോണ്ട് 1-ലൊന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇത് മോറൽ സെൻസിറ്റിവിറ്റി. ഓക്കെ, മോറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വാല്യൂസിനോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്, വാല്യൂസിനോടുള്ള കാഴ്ചപ്പാട്, മൂല്യങ്ങളോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഹോണസ്റ്റ്, സത്യസന്ധത. അതുപോലെ പിന്നെ ഏതാണ്, ട്രസ്റ്റ്, വിശ്വസ്തത. പിന്നെ ഏതാ, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് വരില്ല. ഇങ്ങനെയുള്ള മോറൽ വാല്യൂസ് എങ്ങനെയാണ്. വായ തുറന്നാൽ കള്ളം പറയുന്ന സ്വഭാവം കുട്ടിക്കുണ്ടോ, അല്ല എന്ത് വന്നാലും നുണ പറയാത്ത കുട്ടിയാണോ, കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചേൽപ്പിക്കാൻ ട്രസ്റ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോറൽ സെൻസിറ്റിവിറ്റിയിൽ നോക്കുന്നത്. മനസ്സിലായി? ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിലാവാം, ഡൗട്ട്സ് ആവാം. അത് ഇല്ല എങ്കിൽ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, ഓൺ ടുമാറോ റാഷിദ് സാർ ആയിരിക്കും. ഇന്ന് വരേണ്ടിയിരുന്നു സാറ്, നാളെയും ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കൊറേ ഡൗട്ട് ഉണ്ടെന്നോ? ഇല്ല, ഒരു ഡൗട്ട് ചോദിക്കാൻ. സാറ് പറഞ്ഞില്ലേ നമ്മള് ഒബീഡിയൻസ് വിത്ത് ജോയ്. എനിക്ക് ആരെങ്കിലും അനുസരിക്കാൻ ഇഷ്ടം വിത്ത് ജോയ് ആയിട്ടുള്ളൂ, അല്ലാതെ അനുസരിക്കാൻ തോന്നലില്ല. അതിന്റെ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അതാണ് വേണ്ടത്. സന്തോഷത്തോടുകൂടി മാത്രമേ നിങ്ങൾ ഒരാളെ അനുസരിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ അനുസരിക്കാറില്ല. അല്ലെങ്കിൽ എനിക്ക് അനുസരിക്കാൻ തോന്നില്ല. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മളിപ്പോ കുട്ടികളെ അങ്ങനെ അനുസരിപ്പിക്കാനാണ് ഇഷ്ടം. അപ്പൊ കുട്ടികളെ നമ്മൾ അങ്ങനെ അനുസരിപ്പിക്കാൻ എങ്ങനെയാണ് അവരനുസരിക്കും? അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചാൽ അനുസരിക്കണമെന്നില്ല. ഓരോ പേഴ്സണാലിറ്റിക്കും ഡിഫറെന്റ് രീതിയിലായിരിക്കും ഉണ്ടാവുക. എല്ലാവരെയും അതുപോലെ നമുക്ക് ആക്കാൻ കഴിയണമെന്നില്ല. ഹലോ, യെസ്, പറഞ്ഞോളൂ. അങ്ങനെ നമ്മൾ കുട്ടികളെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രതീക്ഷിക്കലുള്ളൂ. അത് കുട്ടികൾക്ക് നമ്മൾ അത്രമാത്രം സ്നേഹം കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ അതുപോലെ ഇങ്ങോട്ടും വിത്ത് ജോയ് ഒബീഡിയൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ വിത്ത് ജോയ് ഒബീഡിയൻസ് ഉണ്ടാവുക നന്നായിട്ട് സ്നേഹിക്കുമ്പോഴാണ്. നല്ല സ്നേഹം ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന എന്താണ് സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് ഏറ്റെടുക്കുമ്പോഴും അനുസരിക്കുമ്പോഴും ഒക്കെ അതും ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പോൾ അത്രമാത്രം നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് തിരിച്ചും അതുപോലെ ഒബീഡിയൻസ് പ്രതീക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ഒബീഡിയൻസ് വിത്ത് ജോയ് മാത്രം ആക്കിയെടുക്കണമെങ്കിൽ പിന്നെ കൂടുതൽ ഡയറക്ഷൻസ് ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. ഓക്കെ, അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, ഇത് ചെയ്യരുത്. ഇങ്ങനെ നിരന്തരം ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കൊടുത്താൽ
കുട്ടികൾക്ക് വിത്ത് ജോയ് ഒബീഡിയൻസ് ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് കൊടുക്കുന്ന രീതി മാറ്റണം. അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പാടില്ല. ഈ വിത്ത് ജോയ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് അതൊരു ലിമിറ്റേഷൻ അല്ലല്ലോ. അതൊരു ലിമിറ്റേഷൻ അല്ലല്ലോ. ലിമിറ്റേഷൻ അത് നല്ലതാണ്. അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അല്ലല്ല, അങ്ങനെയല്ല. വിത്ത് ജോയ് അവര് പറയുന്നത് അതാണ്. ഇങ്ങനെ എനിക്ക് അനുസരിക്കാൻ കഴിയാറുള്ളൂ, അല്ലാതെ അനുസരിക്കാറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും അവര് പോലീസിനെ കണ്ടാൽ ഓടുമല്ലോ. പോലീസ് ലാത്തി കൊണ്ട് വന്നാൽ അവര് അവിടെ വിത്ത് ജോയ് ഉള്ളു ഞാൻ അനുസരിക്കാം, അല്ല വിത്ത് ജോയ് അല്ലെങ്കിൽ ഞാനിവിടെ കിടക്കുമെന്ന് പറയില്ലല്ലോ. ഓക്കെ, അവര് പോകും. അപ്പോൾ അത് എന്താണ്, ഫോഴ്സ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റഡ് ആണ്. ഓക്കെ, അല്ല അത് എല്ലാ അനുസരണം പെടും. വീട്ടുകാരും ചിലപ്പോൾ നമ്മളങ്ങനെ ആക്സിഡന്റ് ആയിട്ടൊക്കെ അനുസരിക്കേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ മോളെ ഈ അത് എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ വിത്ത് ജോയ് ഉള്ളൂ, അപ്പോൾ അത് പറ്റില്ല എന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ യാദൃശ്യമായിട്ട് അനുസരിച്ചു. വിത്ത് ആക്സിഡന്റിൽ അതാണ്. അപ്പോൾ നമ്മളെ ഫാദർ അവിടെ അങ്ങനെ വന്നിരിക്കുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പോയി നമ്മൾ അനുസരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ല അയാളെ, പക്ഷെ അയാളെ എല്ലാവരും ചായ കുടിക്കുമ്പോൾ അയാളുടെ കയ്യിലാണ് നമുക്കുള്ള ഗ്ലാസ് കിട്ടിയത്. ഓക്കെ, കപ്പ് ഇങ്ങനെ നീട്ടി, എന്താ ചെയ്യാം, നിന്റെ എനിക്ക് ജോയ് അല്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ അനുസരിക്കും. പിന്നെ ചില ആൾക്കാരുണ്ടാവില്ലേ, ചില അവര് ഉദ്ദേശിച്ചത് ചെയ്യും, വേറെ ആരെങ്കിലും പൊബേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാൻ ഒരു മടിയുള്ള ആളുകള് അതുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് അവരുടെ രീതിയിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. മറ്റുള്ള ആളുകൾ പറയുന്നത് അനുസരിക്കാത്ത ആളുകൾ അവര് സ്വയമായിട്ട് അത് ചെയ്യും, പക്ഷെ വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യില്ല. അങ്ങനെ ഒരു അതുണ്ട്. അവർ സ്വയം ചെയ്യും. അത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇനീഷ്യേറ്റീവ് പവർ കൂടുതലായിരിക്കും. ഇനീഷ്യേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്ത് വിഷയം തുടങ്ങാനുള്ള പവർ കൂടുതലായിരിക്കും, ഫോളോ ചെയ്യാനുള്ള പവർ കുറവായിരിക്കും. ഇനീഷ്യേറ്റീവ് പവർ കൂടുതൽ ആൾക്ക് ഫോളോ ചെയ്യാനുള്ള പവർ കുറവായിരിക്കും. ഈ ഫോളോ ചെയ്യാനുള്ള പവർ കൂടുതലുള്ള ആൾക്ക് എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ പിറകെ ചെങ്ങല വലിച്ചു പോകാനേ കഴിയുള്ളൂ, അവർക്കൊന്നും തുടങ്ങാൻ കഴിയില്ല. എക്സാമ്പിൾ, ഒരാളിങ്ങനെ പറയുമ്പോൾ യെസ് ഇങ്ങനെയാണ്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. മറ്റേ ആൾ പറയും ഇങ്ങനെ, എന്നാ ഓക്കെ അങ്ങനെ, ഇന്ന് ഇങ്ങോട്ട് പോവാം, എന്നാ അങ്ങനെ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, എന്നാ ഇങ്ങോട്ട് വരാം, ഓക്കെ അങ്ങനെ, നാളെ പെരുന്നുണ്ടാക്കും, മറ്റന്നാൾ കാലിക്കേറ്റ്, അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ പോകും. ബട്ട് നേരത്തെ പറഞ്ഞ ആൾ അതിന് കിട്ടൂല. അവര് എന്ത് ചെയ്യും, ഇന്ന് പെരിന്തൽമണ്ണക്ക് പോകണം നിങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഇന്ന് പോരില്ല, നാളെ അവർ സ്വയം പോകും. അത് മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, പക്ഷെ അവരും എന്ത് ചെയ്യും, ഒബീഡിയൻസ് ഉണ്ട് അവർക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരനുസരിക്കും. ഏത് കർഫ്യൂ പാസ്സാക്കിയാൽ അവർ പറയോ എന്ത് ഇല്ല ഞാൻ തീരുമാനിക്കാമെന്ന് പറയില്ല, അവർ ഓടും. ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്ന സംഗതി അനുസരണത്തിന് വലിയൊരു ഘടകമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വിത്ത് ജോയ് ആണ്, പക്ഷെ എല്ലാ സമയത്തും വിത്ത് ജോയ് നമുക്ക് ജോയിനെ കൊണ്ടുവരാൻ കഴിയില്ല. ഓക്കെ, ശരി. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ശരിക്കും പരിശോധിക്കുക നിങ്ങളുടെ അനുസരണം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, എല്ലാവരും നോക്കിയിട്ട് നാളെ പറഞ്ഞാൽ മതി. അടുത്ത ക്ലാസ് നാളെ ഉണ്ടാവില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം എങ്ങനെ നിങ്ങളൊക്കെ വീട്ടിൽ അനുസരിക്കും. നിങ്ങളെക്കുറിച്ചാണ് നോക്കേണ്ടത്. നിങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ അപ്പം നിങ്ങൾ പറയാം നിങ്ങളുടെ കുട്ടികളെ കുറിച്ചാണ്. കുട്ടികളെ കുറിച്ചല്ല പറയേണ്ടത്, നിങ്ങളെ കുറിച്ച് മാത്രം പറയും. ഓക്കെ, ഏതാണ് വിൽ എന്ന് പറഞ്ഞ ആഗ്രഹങ്ങളാണ്, കുട്ടിയുടെ ആഗ്രഹങ്ങൾ, കപ്പാസിറ്റി പറയാനുള്ള ആഗ്രഹങ്ങൾ. അപ്പൊ അത് കുട്ടി നെഗറ്റീവ് ആയിട്ടുള്ളതാണോ പറയുന്നത്, പോസിറ്റീവ് ആയിട്ടാണോ പറയുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടോ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്കിങ്ങനെ ആവണം, അങ്ങനെ ആവണം, അല്ല എനിക്കൊന്നും താല്പര്യമില്ല, അങ്ങനെ നെഗറ്റീവാണ് പോസിറ്റീവ് ആണെന്ന് മെഷർ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? പറയും. ആഫ്റ്റർ 2 days കുറച്ചുകൂടി ആളുകൾ ആൻസർ അയക്കാനുണ്ട്, അതിനുശേഷം പറയും. ഓക്കെ, നാഷണൽ ആന്തം ചൊല്ലിക്കോളൂ. ജുവാരിയ, സ്റ്റാൻഡ് അപ്പ്.
യെസ്. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड कलबंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शामे जागे तव शुभ आशीष मागे काहे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Okay, thank you very much for spending a beautiful time with us. Thank you.